മൈൻഡ് എന്ന് പറയുന്ന സംഗതിയില്ലേ, നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ സഫറിങ്ങിനെയും ഈ സ്ട്രഗിളിങ്ങിനെയും ഒക്കെ ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം മതത്തിനകത്തുണ്ട്. അതായത് സഫർ ചെയ്യുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതും ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല കാര്യമായിട്ട് പറയുന്ന ഒരു സംഗതി നമുക്കുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന മനുഷ്യർ സഫറിങ്ങിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം തന്നെയാണ് സാക്ഷ്യം. ഇപ്പോൾ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കും എന്ന് പറയുന്നു. അപ്പം അതിനർത്ഥം എന്താ? മദ്യപിച്ച് റോട്ടിൽ കിടക്കുന്ന, ഉത്തരവാദിത്വ ബോധമില്ലാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, വിവേകരഹിതമായി പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാരെ അനുസരിക്കുക എന്നതാണോ അതിനർത്ഥം? അല്ല. അവരങ്ങനെയാണെങ്കിൽ ദൈവം നിനക്ക് വിവേകം തന്നിട്ടുണ്ടാവും. നമുക്ക് ദുശീലങ്ങളൊന്നുമില്ല, നമുക്കിത് മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരു അറിവ് തന്നിട്ടുണ്ടോ? പണമൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അറിയുമായിരിക്കില്ല, നമ്മൾ പഠിക്കുമായിരിക്കും. ഒരാൾ റെസ്പോൺസിബിൾ അല്ലാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സഫറിംഗ് ആണ്. പക്ഷെ അതിനർത്ഥം നിങ്ങൾ ഈ പറഞ്ഞ വചനം അദ്ദേഹത്തെ അനുസരിക്കാന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്തൊരു ഭർത്താവിനെ അനുസരിച്ചാൽ നിങ്ങളും ഇരുട്ടിൽ പോകുന്നു, നിങ്ങളുടെ മക്കളും ഇരുട്ടിൽ പോകുന്നു. ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, കടലും കരയും കടന്ന് നിങ്ങൾ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് നിങ്ങൾ അവരുടെ ചുമലിൽ ഭാരമുള്ള ചുമലുകൾ വെച്ച് കെട്ടുന്നു. അങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ ബൈബിളിൽ. അതായത് ഈ ബ്ലൈൻഡ്നെസ് അബൌട്ട് ബിലീഫ്സ് എന്ന് പറയുന്ന സംഗതിയില്ലേ, അത് ദൈവത്തിൽ നിന്നുമല്ല, അത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ആക്ച്വലി അത് പറയാൻ വേണ്ടിയല്ല വീഡിയോ ഓൺ ചെയ്തത്, പക്ഷേ ഇതാണ് വരുന്നത്. ഞാൻ പറയാം, ഞാൻ ലൈഫിൽ ഈ വചനങ്ങളൊക്കെ അപ്പാടെ എടുത്തിരുന്ന ഒരു കാര്യമുണ്ട്. അപ്പാടെ എന്താണ് പറയുന്നത് അതങ്ങ് എടുക്കുക. അപ്പോൾ എനിക്ക് പണനഷ്ടം ഉണ്ടാകുന്നുണ്ട്, ജീവിതം ഗതി പിടിക്കാതെ പോകുന്നുണ്ട്, എനിക്ക് സ്ട്രഗിൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും ഇപ്പോൾ വചനത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ വചനം വല്ലതുണ്ട്, ഇത് ഇങ്ങനെ തന്നെ നടക്കട്ടെ, ഞാനൊന്നും ഇതിന് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല, ഞാൻ വെറുതെ അങ്ങ് ഫോളോ ചെയ്തോളാം, ഞാനൊരു അടിമയായിട്ട് വെച്ചാൽ ഞാൻ പറയുന്നത് കേട്ടങ്ങ് മുന്നോട്ട് പോയിക്കോളാം, അതാണല്ലോ നല്ലത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ കീപ്പ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഈ വചനം ഇങ്ങനെ പല കാര്യങ്ങളെയും അനുസരിച്ച് പോയി. അപ്പോഴൊക്കെ എനിക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ദൈവത്തിന് മുമ്പിൽ പോയി ചോദിച്ചു, ദൈവമേ നീ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതിങ്ങനെ ചെയ്യണമെന്ന്, എന്നിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ സത്യസന്ധമായി പറഞ്ഞു, എനിക്ക് ഉള്ളിൽ നിന്നൊരു തോട്ട്, ഇങ്ങനെ ഒരു ചിന്ത ആരോട്ട് തരുന്ന പോലെ, വളരെ ഡീപ്പ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു തോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി. അത് അവർക്ക് തെറ്റ് പറ്റുന്നത് കൊണ്ടല്ലേ, അത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം നിനക്ക് തന്നിട്ടുള്ളത്. അപ്പം നീ എന്തുകൊണ്ടാണ് അത് ശരിയാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തത്? അതായത് ബ്ലൈൻഡായിട്ട് ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാണ് ദാറ്റ്സ് നോട്ട് റൈറ്റ് എന്ന് തോന്നിയാൽ അത് തോന്നിപ്പിക്കുന്നതും ദൈവം തന്നെയാണ്. ഇതിൻ്റെ ഒന്നും അർത്ഥം കർത്താവ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ചില സമയങ്ങളിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം ആസ് എ പാർട്ട്ണർ, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ഒരു റോങ് ഡിസിഷൻ എടുത്താൽ അതിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യണം എന്നതല്ല ആ വചനം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നതോ ഈ ദാമ്പത്യത്തിൻ്റെ ഈ ഒരു തിയറിയിൽ കർത്താവ് ഉദ്ദേശിക്കുന്നതോ. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അത് നിങ്ങൾ വ്യക്തിപരമായി വളരുന്നതിനോ, വ്യക്തിപരമായി നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനോ, നിങ്ങൾ വ്യക്തിപരമായ ഡിസിഷനുകൾ എടുക്കുന്നതിനോ, ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആവുന്നതിനോ ഒന്നും തടസ്സം നിൽക്കുന്ന ഒരാളല്ല ദൈവം. എൻ്റെ ഈ പേഴ്സണൽ ഗ്രോത്ത് എന്നെ വളർത്തിയ എൻ്റെ അപ്പനാണ് ദൈവം. എൻ്റെ മാതാപിതാക്കൾ വളർത്തിയ ഒരു ഗ്രോത്ത് അല്ല എനിക്കുള്ളത്. എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലൊരു ടീച്ചർ ജോലി കിട്ടിയപ്പോഴാണ് എൻ്റെ പാരൻസ് വിശ്വസിക്കുന്നത് ശരിക്കും ഇവിടെ ടീച്ചറാണല്ലേ. അതുവരെ അവർക്ക് എനിക്കൊരു ബോധമില്ലാത്ത, മീൻസ് ഞാൻ സ്മാർട്ടല്ലാത്ത, ചോദിച്ച അവരുടെ കാൽക്കുലേഷനിൽ അവർ ഭയങ്കര നാട്ടുമ്പുറത്തെ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ കാൽക്കുലേഷനിൽ ഒരു കടയിൽ പോയിട്ട് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാത്ത, സ്മാർട്ടല്ലാത്ത, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ വരുന്ന ഒരാളായിട്ടാണ് എന്നെ അവർ കണ്ടത്. സാമർത്ഥ്യമില്ലാത്ത ഒരാളായിട്ടാണ് എന്നെ അവർ കണ്ടത്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു ലോ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷെ എൻ്റെ ദൈവം എനിക്ക് കൃത്യമായ ശരികൾ പറഞ്ഞു തന്ന് കൃത്യമായിട്ടൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് ഈ സ്പിരിച്വൽ ലൈഫിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ പുസ്തകം വിശുദ്ധ ബൈബിൾ തന്നെയാണ്. അതുകൂടാതെ ഞാൻ പ്രാർത്ഥിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാനയാണെങ്കിലും കുദാശ ജീവിതമാണെങ്കിലും ഒരു പേഴ്സണാലിറ്റി എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പോകേണ്ട വഴി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഗ്രോത്ത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഓരോ വർഷവും എൻ്റെ ഗ്രോത്ത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ മെൻ്റലി ഭയങ്കര ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ദൈവം ഇടപെടുന്നു, എൻ്റെ ജോലി മേഖലയിൽ ദൈവം ഇടപെടുന്നു. എൻ്റെ പേഴ്സണാലിറ്റി, ഞാൻ ഈ കാണിക്കുന്ന ഈ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ ബൈബിളിൽ നിന്ന് പഠിച്ചിട്ടുള്ള പേഴ്സണാലിറ്റി, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. അതിന് ബേസിക് റൈറ്റ് എനിക്ക് ഉണ്ടാവും ഇല്ലെന്നല്ല, പക്ഷെ എന്നെ ട്രെയിൻ ചെയ്തത് എൻ്റെ സ്പിരിച്വൽ ലൈഫാണ്. അപ്പം നിങ്ങളെ ദൈവം നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന ഒരു ദൈവമല്ല, നിങ്ങളെ സഫറിങ്ങിനെ താന്നു പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു ദൈവമല്ല. നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നീ ഇന്ന് നിന്റെ സ്ഥാപനത്തിൽ ഒരു താഴ്ന്ന ജോലിക്കാരനാണെങ്കിൽ നിന്നെ അവിടുത്തെ മാനേജർ ആക്കാനും അവിടുത്തെ വലിയ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ്. പ്രോസ്പെരിറ്റിയുടെ സുവിശേഷം അല്ല ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഗ്രോത്താണ്. എനിക്ക് സമ്പത്ത് തരണ ദൈവം, അല്ലെങ്കിൽ എനിക്ക് ബിൽഡിംഗ് പണിത് തരുന്ന ദൈവം, ഇതിനൊക്കെ അത് പ്രോസ്പെരിറ്റിയുടെ ഒരു സുവിശേഷം പറയുന്നു. ദരിദ്രനായിരുന്നു ദൈവം, ഞാനും ദരിദ്രരായിരിക്കും. ഇതാ പറയുന്നത്,
മനസ്സിലാക്കേണ്ടത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ബേസിക് മൈൻഡ് സെറ്റിൽ കിടക്കുന്നത് ഈ ദാരിദ്ര്യം മതി എന്നുള്ളതാണെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റാതെ നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പറ്റാത്തവരാവും. പഠിച്ചില്ലെങ്കിൽ അവർക്ക് ജോലി കണ്ടെത്താൻ പറ്റില്ല. അവർ കൂലിപ്പണിക്കാരായിട്ട് തുടരും. നിങ്ങൾ കൂലിപ്പണിക്കാരായിരുന്നു, അവരും കൂലിപ്പണിക്കാരായിട്ട് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോർമൽ ബുദ്ധി ഉപയോഗിച്ചാൽ തന്നെ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ദാരിദ്ര്യം ദൈവം തരുന്നെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കുക. ദൈവത്തിന് നിങ്ങളെ പോറ്റാൻ പറ്റും. പക്ഷെ നിങ്ങൾ ദരിദ്രത്തിൽ തന്നെ കിടക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ട്. നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് കൊണ്ട് ദൈവത്തിന് ഒരു നഷ്ടമില്ല. ദൈവം സന്തോഷിക്കത്തുള്ളൂ. ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇപ്പം ദാവീദിനെ വേണമെങ്കിൽ ആടുകളെ മേയ്ക്കാൻ പോയ ദാവീദിന് രാജ്യസിംഹാസനം കൊടുത്ത് ഉയർത്തിയത് എൻ്റെ ഹൃദയത്തിന് ചേർന്ന മകനാണ് ഞാൻ സിംഹാസനം കൊടുക്കുന്നത്. അപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ മുന്നോട്ട് വരാൻ വേണ്ടി പെട്ടെന്നല്ല. ഇപ്പം 2017 എനിക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ 2026 കുറേ വർഷങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു. ഇപ്പോഴും എന്നിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേഴ്സണലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് സോഷ്യലൈസേഷൻ സ്കിൽസ് കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ദൈവം ഓരോ വർഷവും എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും എന്നിൽ മാറ്റം കൊണ്ടിടുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്. നിങ്ങളിൽ ഒരു പേഴ്സണൽ ഗ്രോത്ത് സംഭവിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയാം 50 വയസ്സായില്ലേ, 60 വയസ്സില്ലേ, എന്താ പറയുക, ദൈവത്തിൻ്റെ തുള്ളിച്ചാടും. നിങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വൃദ്ധരാണെങ്കിലും വൃദ്ധന്മാർ സ്വപ്നം കാണും. വൃദ്ധന്മാർക്ക് വരെ സ്വപ്നങ്ങളുണ്ടാവും ഭാവിയെക്കുറിച്ച്. മുടി നരച്ചതോ നിങ്ങൾ നടക്കാൻ പറ്റാതായതോ പല്ല് പൊടിഞ്ഞതോ ഒന്നുമല്ല. ദൈവം ഉള്ളിലുള്ളവൻ കുതിച്ച് ചാടും, തുള്ളിച്ചാടും. അവൻ മാനിനെ പോലെ ചാടിക്കൊണ്ടിരിക്കും. കാരണം അവൻ്റെ ഉള്ളിലൊരു പുതുമയുണ്ട്, അവൻ്റെ ഉള്ളിലൊരു തീയുണ്ട്, അല്ലെങ്കിൽ ആനന്ദമുണ്ട്, ഒരു ഹോപ്പുണ്ട്. ഈ ഹോപ്പില്ലാത്ത മനുഷ്യൻ 20കളിലാണെങ്കിലും അവൻ വളഞ്ഞു തുടങ്ങി അവിടെ വീട്ടിനകത്ത് ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ദൈവത്തെ അവനൊരു പ്രകാശമുണ്ട്. അവൻ അറിയാം എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന്. അപ്പം നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് വേണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ മൈൻഡ് സെറ്റുകൾ മാറ്റുക. CBT എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഒരു തെറാപ്പി സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉള്ള ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു സ്ട്രഗിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ റീപ്രോഗ്രാം ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. ഈ സെൽഫ് കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നിങ്ങളോട് തന്നെ ചോദിക്കുക. എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല മനുഷ്യന്മാർ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുക. ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇത് പലതരം പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 10ാം ക്ലാസ് മാത്രമേ സച്ചിൻ ടെണ്ടുൽക്കറും പഠിച്ചിട്ടുള്ളൂ. സോ മനുഷ്യൻ്റെ വിൽ പവറും മൈൻഡ് പവറും എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. BA പോലും കംപ്ലീറ്റ് ആക്കാത്ത ഒരാളാണ് ഞാൻ D.Ed TTC ഒക്കെ പഠിച്ചിട്ടാണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു BA പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരാൾ പറയുന്നതായിരിക്കണമെന്നില്ല. എനിക്ക് ജ്ഞാനം തന്ന ദൈവമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ലിമിറ്റേഷൻ അല്ല. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ജോലി കണ്ടെത്താൻ പറ്റാത്തത്? എവിടെയാണ് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് സെൽഫ് ഡൗട്ട് വരുന്നത്? എനിക്ക് എന്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? എവിടെയാണ് എൻ്റെ ബേസിക് തോട്ട്, എവിടെയാണ് റോങ് ആയിട്ടുള്ള നിങ്ങളുടെ റൂട്ടായിട്ടുള്ള പ്രോബ്ലത്തിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ റീപ്രോഗ്രാം ചെയ്യാം. അതങ്ങനെയല്ല. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു. അതങ്ങനെയല്ല. അത് അങ്ങനെ അല്ലാതെയും സക്സസ് ആവാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങാം. നിങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു വേരുണ്ടല്ലോ, നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ നിങ്ങളുടെ ആക്ഷനിലുള്ള സംഗതിയുടെ വേര് കണ്ടുപിടിച്ച് ആ വേരിനെ നിങ്ങൾ തിരുത്തുക, റീപ്രോഗ്രാം ചെയ്യുക. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവനവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് റീപ്രോഗ്രാം ചെയ്യുമ്പോൾ, നിങ്ങൾ മനസ്സിനെ തിരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ഇത് മനുഷ്യനാണ്. മനുഷ്യൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ട്രഷറാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ഇത് പറഞ്ഞു തരാൻ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ലൈഫുണ്ട്. നിങ്ങൾക്ക് സർവ്വജ്ഞാനത്തിൻ്റെ മുട്ടയവനായ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ദൈവമക്കൾ പ്രകാശിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രകാശിക്കാനാണ്? അതുപോലെ ലോകത്തിൻ്റെ ഉപ്പാണ് നീ, ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ. നിങ്ങളിലൂടെ ഈ ലോകത്ത് അത്ഭുതങ്ങൾ നടക്കും. അപ്പം അത്രയും നമ്മൾ വളരണം. നമ്മൾ ദൈവത്തെ, ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവം എന്നെ തിരുത്തിയതാണ്. ഞാനിങ്ങനെ ധ്യാനം കൂടിയ ഒരു ത്രില്ലിങ്ങനെ നികച്ച സംബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോവുക, മുറ്റമടിക്കുന്ന ജോലി മേടിക്കുക, മുറ്റമടിച്ച് ജീവിതകാലം തീർക്കുക, ഇത്രയും മതി. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്നെ ദൈവം മനുഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടില്ല, ക്യാമറയുടെ മുമ്പിൽ വരെ കൊണ്ട് നിർത്തിയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്കൊരു ജോലിയുണ്ട്. എനിക്ക് ജോലിക്കൊന്നും പോകണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചത്. ദൈവത്തെ അറിഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ പഠിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. കാരണം ദൈവത്തെ അറിഞ്ഞു ഇനി എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, സർവ്വജ്ഞാനത്തിൻ്റെയും കൂടെയാണ് എനിക്കറിയാം. പക്ഷെ ദൈവത്തിന് അറിയാം നമുക്ക് എന്തൊക്കെ വേണം. നിനക്ക് വിദ്യാഭ്യാസം വേണം, നിനക്ക് ജോലി വേണം, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേണം. നീ അത് പഠിച്ച് അച്ചീവ് ചെയ്ത് വളരെ മുന്നോട്ട് പോകും. നിനക്കൊരു നല്ല ഭാവിയുണ്ട്.
അത്ഭുതകരമായ രീതിയിലാണ് ദൈവം നമ്മുടെ ഭാവി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അപ്പനമ്മയും പോലും വിശ്വസിക്കില്ല നമ്മളൊക്കെ ഇത്രയും വലിയ അച്ചീവ്മെന്റ്സിലെത്തുന്നു. അത്രയും ബ്യൂട്ടിഫുൾ പ്ലാനാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ളത്. സോ യു നീഡ് ഗ്രോത്ത്. നിങ്ങൾക്ക് ഗ്രോത്ത് വേണം, നിങ്ങൾക്ക് വളർച്ച വേണം, നിങ്ങൾക്ക് ഉയർച്ച വേണം, നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണം. ഇതിനെയൊക്കെ പുച്ഛത്തോടെയും ഇതൊക്കെ പാപമാണെന്നും, എനിക്കൊരു കാലത്ത് സമ്പന്നതയോട് ഭയങ്കര പുച്ഛമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. കർത്താവ് ദരിദ്രനായിരുന്നു, ഞാനും ദരിദ്രനായിട്ട് ജീവിക്കുന്നു. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിച്ചു തന്നു, നിനക്ക് സമ്പത്ത് ആവശ്യമുണ്ട്, നിനക്ക് മക്കൾ പഠിപ്പിക്കണ്ടേ, വീട് വെക്കണ്ടേ, നിനക്ക് സമ്പത്ത് ആവശ്യം. പക്ഷെ എനിക്ക് സമ്പത്തിനോടുള്ള മനോഭാവം അറിയുമ്പോൾ എനിക്ക് എൻ്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം തൊടും. എനിക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് വിദ്യാഭ്യാസം വേണ്ട. പക്ഷെ എൻ്റെ ദൈവം അവിടെ എൻ്റെ തെറ്റ് തിരുത്തി. അങ്ങനെയല്ല, നിനക്ക് വിദ്യാഭ്യാസം വേണം, നീ പഠിക്കണം. അപ്പം എനിക്ക് പഠിക്കാനുള്ള വാതിലുകൾ തുറന്നു, എൻ്റെ അറിവുകൾ വർദ്ധിക്കാൻ തുടങ്ങി. സോ നിങ്ങളുടെ അടിമനസ്സിൽ കിടക്കുന്ന തോട്ടാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തോട്ട് തെറ്റാണോ ശരിയാണോ എന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെയും സംസാരിക്കേണ്ടി വരും. ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. ഇത് തെറ്റാണെങ്കിൽ നിങ്ങളിത് തിരുത്തുക. അടിമനസ്സിൽ കിടക്കുന്ന തോട്ട് തിരുത്തുമ്പോൾ നിങ്ങളുടെ ആക്ഷനുകളിൽ മാറ്റം വരും. നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം തന്നെ റീപ്രോഗ്രാംഡ് ആവും. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. പഠിക്കാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നല്ലൊരു ജോലിയിലേക്ക് പോകും, ഇതെല്ലാം നിങ്ങളുടെ മനസ്സ് റീപ്രോഗ്രാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ പ്രശ്നം, ഞാൻ പണ്ടേ ഭാഗ്യമില്ലാത്ത ആളാണ്, ഞാൻ അല്ലെങ്കിലും ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ബ്രെയിൻ അതനുസരിച്ച് റിയാക്ട് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന തെറ്റായ ചിന്തകളെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവും. ദൈവം നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോലി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമ്പത്ത് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീട് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് എല്ലാം തരും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.